ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ പഴയ ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് തിങ്ങി നിറഞ്ഞു വരാറില്ലേ? അതുപോലെ ഒരു കാഴ്ചയാട്ടോ ഇത്. ഇത് നമ്മുടെ വാളംപുളിയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ബാല്യകാലം ഓർമ്മ വരും കേട്ടോ. ബാല്യ കൗമാര കാലങ്ങൾ ഓർമ്മ വരും കേട്ടോ. കാരണം ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ ഇഷ്ടംപോലെ വാളംപുളി ഉണ്ട്. അപ്പോൾ ആ വീട്ടിൽ ചോദിച്ചിട്ട് നിറയെ ബാഗിൽ ഇങ്ങനെ പെറുക്കിയിടും കേട്ടോ. എന്നിട്ട് സ്കൂൾ വരെ ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് പോവേ. തിരിച്ച് വരുമ്പോൾ കഴിക്കാനുള്ളതും കൂടെ ബാഗിലുണ്ടാവും കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ഒരുപാട് ദൂരം നടന്ന് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 5 കിലോമീറ്റർ നമ്മൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ഞാനിങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അന്ന് തിന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, എനിക്കിത് വാളംപുളി അന്ന് തിന്ന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ കണ്ടാലും കഴിക്കും കേട്ടോ. ഞാൻ സഞ്ചരിച്ചിരുന്ന എൻ്റെ ചെറുപ്പകാലത്ത് സഞ്ചരിച്ചിരുന്ന വഴികളിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുമല്ലോ. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഇതേപ്പറ്റി ഒരു അറിവും ഉണ്ടാവില്ല കേട്ടോ. കാരണം അവർക്ക് ഇങ്ങനെയൊരു ചിന്ത പോലും വരില്ല. അവർ വേറൊരു യുഗത്തിലാണല്ലോ ജീവിക്കുന്നത്. എൻ്റെയൊക്കെ ബാല്യകാലത്തെന്ന് പറയുമ്പോൾ അന്ന് ടി വിയൊക്കെ വളരെ കുറച്ച് വീടുകളിലാണുള്ളൂ കേട്ടോ. ഫോണൊന്നും ഇല്ല. ലാൻഡ് ഫോൺ ഉണ്ട് ചില വീടുകളിൽ, പക്ഷേ മൊബൈലൊന്നും നമ്മുടെ ആ കാലത്ത് ഇല്ലാത്തൊരു കാലം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒത്തിരി ഓർമ്മകൾ തരുന്നൊരു കാലമാണ്. നമ്മൾ കൂട്ടുകാരും ഒത്ത് കളിക്കുന്ന കാലം. നമുക്കത് എപ്പോഴും നമ്മുടെ മനസ്സിലൊരൊറ്റ ചിന്തയുള്ളൂ, നമുക്ക് എവിടെയെങ്കിലും അയൽവക്കത്തെ വീട്ടിലുള്ള കൂട്ടുകാരുടെ കൂടെ കളിക്കണം എന്നൊരു ചിന്തയല്ലാതെ വേറെ ഒരു ചിന്തകളും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മാങ്ങയൊക്കെ പെറുക്കി അല്ലെങ്കിൽ ചാമ്പങ്ങയൊക്കെ പറിച്ച് അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് നടക്കും. കഴിക്കുന്നതിനെ പറ്റിയാട്ടോ കൂടുതലും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പശുവിനും ആടിനൊക്കെ തീറ്റാൻ പോകും. ആ പോകുന്ന വഴിക്കും ഈ അയൽവക്കത്തെ കുഞ്ഞുങ്ങളും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മളിങ്ങനെ ഒളിച്ച് കണ്ട് കളിക്കും. അല്ലെങ്കിൽ ഓട്ടപ്പിടുത്തം കളിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിച്ച് അങ്ങനെ നടന്നൊരു കാലമാട്ടോ. കാരണം നമ്മുടെ ജോലി നടക്കും, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അങ്ങനെ പറഞ്ഞാൽ ആടിനെ തീറ്റാനാണെങ്കിലും അതുങ്ങളിങ്ങനെ അഴിച്ചുവിട്ട് നമ്മളിങ്ങനെ എപ്പോഴും നോക്കിയാൽ മതിയല്ലോ. അന്ന് ഇന്നത്തെ പോലെയൊന്നുമല്ല. എല്ലാവർക്കും എൻ്റെ നിൻ്റെ എന്നൊരു ചിന്തയൊന്നുമില്ല. എല്ലാം നമ്മുടെ എന്നൊരു ചിന്തയാട്ടോ. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലെ കാര്യങ്ങൾ അത് നിൻ്റെ വീട്ടിലെ കാര്യമോ എൻ്റെ വീട്ടിലെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാ വീട്ടിലെയും കാര്യങ്ങൾ ഒന്നിച്ചങ്ങ് നടന്നു പോകും കേട്ടോ. പിള്ളേരായിരിക്കും അതിന് നേതൃത്വം നൽകുന്നത്. കാരണം പേരൻസ് അപ്പോൾ അവർക്ക് വീട്ടിൽ ഒരുപാട് ജോലികൾ കാണും. കാരണം ഒത്തിരി കൂടുതൽ ആൾക്കാരുള്ളൊരു സമയമാണ് വീടുകളിലെല്ലാം കൂട്ടുകുടുംബം ഉള്ള സമയമായതുകൊണ്ട് തന്നെ കാരണവന്മാർ കാണും. അല്ലെങ്കിൽ കൊച്ചുമക്കൾ അവരുടെ മക്കളുടെ മക്കൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വീടുകളിലെ ജോലികളാണ് കാരണവന്മാർ കൂടുതലും ചെയ്യുന്നത്. പുറത്തെ കാര്യങ്ങൾ കൂടുതലും മക്കളായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടക്കും. മുമ്പടി പശു ആടും ഒക്കെ ഉള്ളൊരു കാലം കേട്ടോ. ഇപ്പോഴത്തെ ഒരു കുട്ടികൾക്കും അതേപ്പറ്റി ഒരു അറിവുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം അവർക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലം കേട്ടോ. ഇപ്പോൾ എനിക്കതൊക്കെ ഇങ്ങനെ നമ്മൾ പണ്ട് ജീവിച്ച വഴികളിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഇന്നും ആ ഓർമ്മയിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം നമുക്ക് മിസ് ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപ്പറ്റിയൊന്നും പറഞ്ഞാൽ പോലും മനസ്സിലാവത്തില്ല കേട്ടോ.